യെസ്, മിക്സ്ചേഴ്സിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അതിൽ പല ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. മിക്സ്ചേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? മിക്സ്ചേഴ്സിൽ പല ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ്. നമുക്കറിയാം, നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു സ്നാക്കാണ് മിക്സ്ചർ. ആ ഒരു സ്നാക്കിന് മിക്സ്ചർ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ അതിലുണ്ട് അല്ലേ. അതിൽ കപ്പലണ്ടി ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിൽ ബൂന്തി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട്. പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയണേ, ആ സ്നാക്കിന് നമ്മൾ മിക്സ്ചർ എന്നുള്ള പേര് തന്നെ. ഓക്കെ, അപ്പോൾ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ എന്തിലുണ്ടാവും? ആ ഒരു എന്താ പറയുക, ആ ഒരു മാറ്ററിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിനെ മിക്സ്ചർ എന്ന് പറയാം. ഇവിടെ നമ്മൾ പറയുമ്പം മിക്സ്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രത്യേകതകൾ ഞാൻ എഴുതാം. ഒന്ന്, ദേ ഡു നോട്ട് ഹാവ് ഫിക്സ്ഡ് മെൽറ്റിംഗ് പോയിന്റ് ഓർ ബോയിലിംഗ് പോയിന്റ്. ദേ ഡു നോട്ട് ഹാവ് ഫിക്സ്ഡ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്താവണമെന്നില്ല? ഫിക്സ്ഡ് ആവണമെന്നില്ല. കോമ്പോസിഷൻ ത്രൂ ഔട്ട് ഒരേപോലെ ആവണം എന്നില്ല. കോമ്പോസിഷൻ ക്യാൻ ബി സെയിം ഓർ ഡിഫറെൻറ്റ്. സെയിം ആവാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആവാം. അത് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചില സമയത്ത് സെയിം ആയിരിക്കും, ചില സമയത്ത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പറയുമ്പം നമുക്കൊരു സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സ് വഴി മോസ്റ്റ് ഓഫ് ദ കേസസിൽ മിക്സ്ചേഴ്സിലുള്ള കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സിൽ നമുക്ക് മിക്സ്ചേഴ്സിലുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറയുമ്പം നമ്മുടെ എന്താ പറയുക, മിക്സ്ചേഴ്സിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല. മിക്സ്ചേഴ്സിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല. നമ്മുടെ എന്താ പറയുക, അതിലുള്ള കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും എന്ത്? മിക്സ്ചേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. മനസ്സിലായോ? അതിലുള്ള കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ആവറേജ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ആർക്ക് ഉണ്ടാവുക? മിക്സ്ചേഴ്സിന് ഉണ്ടാവുക. കാരണം എന്താണ്? മിക്സ്ചേഴ്സിൽ എന്താ പറയുക, അതിലുള്ള കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഫിസിക്കലി ആണ് കണക്റ്റഡ്. അവിടെ കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഫിസിക്കൽ മിക്സിങ് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പം മിക്സ്ചേഴ്സ് നമ്മൾ പറഞ്ഞു നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹോമോജിനസ് മിക്സ്ചറാണ്, ഒന്ന് ഹെറ്റർജിനസ് മിക്സ്ചറാണ്. അപ്പം എന്താണ് ഹോമോജിനസ് മിക്സ്ചർ? യെസ്, ഹോമോജിനസ് മിക്സ്ചർ എന്ന് പറയുമ്പം ഓക്കെ, ഹോമോജിനസ് മിക്സ്ചേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു മിക്സ്ചേഴ്സ് നമ്മൾ പ്യോർ സബ്സ്റ്റൻസസിൽ നമ്മൾ പറഞ്ഞു സാധനങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയുക, പ്യോർ സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിലുള്ള കോമ്പോസിഷൻ എന്തായിരിക്കും? അതിലുള്ള കോമ്പോസിഷൻ എപ്പോഴും സെയിം ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. മിക്സ്ചേഴ്സിൻ്റെ കാര്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ചില സമയത്ത് സെയിം ആയിരിക്കും, ചില സമയത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഹോമോജിനസ് മിക്സ്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മിക്സ്ചേഴ്സ് ആണ്, പക്ഷെ അവിടെ എന്താണ് അതിൻ്റെ ഒരു കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമ്മുടെ എങ്ങനെ പറയാം, ആ ഒരു പെർട്ടിക്കുലർ മാറ്ററിൻ്റെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ ഹോമോജിനസ് മിക്സ്ചേഴ്സിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് സൊല്യൂഷൻ. ഹോമോജിനസ് മിക്സ്ചേഴ്സിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം, സോൾട്ട് സൊല്യൂഷൻ എടുക്കാം. അപ്പോൾ സോൾട്ട് സൊല്യൂഷനിൽ ഇപ്പോൾ നമ്മൾ വാട്ടറിൽ കുറച്ച് ഉപ്പ് ഞാൻ മിക്സ് ചെയ്തു, വാട്ടറിൽ ഞാൻ മിക്സ് ചെയ്തു. നമുക്കറിയാം വാട്ടറിൽ ഉപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാട്ടറും ഉപ്പും എങ്ങനെയാണ് കണക്റ്റഡ്? ഫിസിക്കലി കണക്റ്റഡ് ആണ്. വാട്ടറിൽ ഞാൻ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് എനിക്ക് സോൾട്ട് സൊല്യൂഷൻ കിട്ടും. ആ സോൾട്ട് സൊല്യൂഷനിൽ രണ്ട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ സോൾട്ട് സൊല്യൂഷനിൽ രണ്ട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് സോൾട്ടാണ്. രണ്ടാമത്തത് വാട്ടറാണ്. അപ്പോൾ ഈ സോൾട്ടും വാട്ടറും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. അവരെങ്ങനെയാണ് കണക്റ്റഡ്? ഫിസിക്കലി ആണ് കണക്റ്റഡ്. അവിടെ കെമിക്കൽ റിയാക്ഷൻ ഇല്ല. ഇൻ കേസ് വാട്ടറും സോൾട്ടും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഒരു മാറ്റർ എന്തായി? പ്യോർ സബ്സ്റ്റൻസ് ആയി. കാരണം കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞ്
എന്ത് ഫോം ചെയ്യും? പുതിയ കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യും. സോ അതെന്താവും? അതിലെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് സെയിം ആവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ സോൾട്ട് അതൊരു കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ ആണ്. രണ്ടാമത്തത് എന്താണ്? വാട്ടർ ആണ്. ഇത് രണ്ടും ഫിസിക്കലി ആണ് കണക്റ്റഡ് ആവുന്നത്. ഫിസിക്കലി ബോണ്ടഡ് ആണ്, കെമിക്കലി ബോണ്ടഡ് അല്ല. അപ്പോൾ ഈ ഒരു സോൾട്ട് സൊല്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഹോമോജിനസ് മിക്സ്ചറാണ്. അപ്പോൾ നമ്മൾ ആ സോൾട്ട് സൊല്യൂഷനിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നമ്മൾ ആ സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ആ ഒരു സൊല്യൂഷൻ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും അതിൻ്റെ ടേസ്റ്റ് സെയിം ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കോമ്പോസിഷൻ. ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹോമോജിനസ് മിക്സ്ചർ ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് എന്തായിരിക്കും? ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഹോമോജിനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മിക്സ്ചറാണ്. ആ മിക്സ്ചറിൽ അതിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാറ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മിക്സ്ചറിൻ്റെ കോമ്പോസിഷൻ എന്തായിരിക്കും? ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. യെസ്, സൊല്യൂഷൻ നമുക്ക് പറയാം. അതേപോലെ അലോയ്സ്, ഒന്നിലധികം മെറ്റൽസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുമ്പോൾ ബ്രാസ് അല്ലെങ്കിൽ ബ്രോൺസ് അല്ലേ, ഒന്നിലധികം മെറ്റൽസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ അലോയ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റീലൊക്കെ ഒരു അലോയ് ആണ്. അതേപോലെ ബ്രാസ്, ബ്രോൺസ് ഇതൊക്കെ അലോയ്സ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫർദർ ചാപ്റ്റേഴ്സിൽ പഠിക്കും. അപ്പോൾ അലോയ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഇതിനെയൊക്കെ നമുക്ക് ഹോമോജിനസ് മിക്സ്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സൊല്യൂഷൻ്റെ കാര്യം നോക്കാം. സൊല്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കുറച്ച് ടേംസ് ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് സൊല്യൂട്ടാണ്, ഒന്ന് സോൾവെൻ്റ് ആണ്. സൊല്യൂഷൻ്റെ കാര്യം പറയുമ്പം നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട രണ്ട് ടേമാണ്, ഒന്ന് സൊല്യൂട്ടും ഒന്ന് സോൾവെൻറ്റും. അപ്പോൾ എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെൻറ്റ്? നമ്മൾ ഒരു സാധനം നമ്മൾ വേറൊരു സാധനത്തിൽ മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സാധനമാണോ നമ്മൾ മിക്സ് ചെയ്യണേ അതാണ് നമ്മുടെ സൊല്യൂട്ട്. ഏത് സാധനത്തിലേക്കാണോ നമ്മൾ അതിനെ മിക്സ് ചെയ്യണേ അതാണ് സോൾവെൻറ്റ്. സിമ്പിളായി പറഞ്ഞാൽ ഇപ്പം ഞാനൊരു സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എനിക്കറിയാം വാട്ടറിലാണ് ഞാൻ എന്ത് മിക്സ് ചെയ്യണേ? സോൾട്ട് മിക്സ് ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞു ഏത് സാധനമാണോ നമ്മൾ മിക്സ് ചെയ്യണേ അതാണ് സൊല്യൂട്ട്. അപ്പോൾ സോൾട്ട് സൊല്യൂഷനിൽ നമ്മൾ ഉപ്പാണ് മിക്സ് ചെയ്യണേ. സോ അതെന്താണ്? അതാണ് സൊല്യൂട്ട്. ഏതിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? വെള്ളത്തിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതെന്താണ്? അതാണ് സോൾവെൻറ്റ്. മിക്ക കേസസിലും എന്തായിരിക്കും? സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റീനേക്കാളും നമ്മൾ എന്താണ്? സോൾവെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. മനസ്സിലായോ? യെസ്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ നമ്മൾ എപ്പോഴാണ് കോൺസെൻട്രേറ്റഡ് എന്ന് പറയണം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എപ്പോഴാണ് നമ്മൾ ഡൈല്യൂട്ടഡ് എന്ന് പറയണം. അത് ഏത് സൊല്യൂഷൻ വേണമെങ്കിലാവും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ചില സമയത്ത് കോൺസെൻട്രേറ്റഡ്, ഡൈല്യൂട്ടഡ്. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് ടേമാണ്, ഒന്ന് കോൺസെൻട്രേറ്റഡും ഒന്ന് സൊല്യൂട്ടഡ്. ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യണ സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുത്തു, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡൈല്യൂട്ടഡ് ആയ സൾഫ്യൂരിക് ആസിഡ് എടുത്തു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണ് കോൺസെൻട്രേറ്റഡ്, എന്താണ് ഡൈല്യൂട്ടഡ്? അതായത് നമ്മുടെ സൊല്യൂട്ടിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കണ സമയത്താണ് നമ്മൾ എന്ത് പറയുക? ആ സൊല്യൂഷൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ വെള്ളത്തിൽ ഞാൻ ഉപ്പ് മിക്സ് ചെയ്ത് ആ വെള്ളം ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു ഉപ്പാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയ സൊല്യൂഷനാണ്. ആ സോൾട്ട് സൊല്യൂഷൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയും. ഒരു ഇച്ചിരി ഉപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കുറേ വെള്ളമാണെന്ന് ഇരിക്കട്ടെ, അപ്പം ഞാൻ എന്ത് പറയും? ആ സോൾട്ട് സൊല്യൂഷൻ ഭയങ്കര ഡൈല്യൂട്ടഡ് ആണ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കാര്യം ഞാനൊരു കോൺസെൻട്രേറ്റഡ് ആയ ഒരു എന്താ പറയുക എത്രയെങ്കിലും ഒരു ക്വാണ്ടിറ്റി അത്രയും കോൺസെൻട്രേറ്റഡ് ആയ സൾഫ്യൂരിക് ആസിഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അതേസമയം ഡൈല്യൂട്ടഡ് ആയ ഒരു സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോഴോ കുറേ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഒരുപാടുണ്ടാവും. വാട്ടറിൻ്റെ കണ്ടൻറ്റ് എന്തുണ്ടാവും? ഒരുപാടുണ്ടാവും. സോ അതിനെയാണ് നമ്മൾ ഡൈല്യൂട്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റഡും ഡൈല്യൂട്ടഡും മനസ്സിലായോ? കോൺസെൻട്രേറ്റഡ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൽ സൊല്യൂട്ടിൻ്റെ അളവ് എന്തോരം ഉണ്ട്, ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ അളവ് എന്തോരം ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയണേ? ആ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആണോ ഡൈല്യൂട്ടഡ് ആണോ എന്ന് പറയുന്നത്. സൊല്യൂട്ടിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണെങ്കിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയും, തീരെ കുറവാണെങ്കിൽ ഡൈല്യൂട്ടഡ് ആണെന്ന് പറയും. മനസ്സിലായോ? ഇനി സാച്ചുറേഷൻ. ഒരു സൊല്യൂഷനെ നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയും.
എന്താണ് ഈ സാച്ചുറേഷൻ? സൊല്യൂഷൻ്റെ കാര്യത്തിൽ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ സാച്ചുറേറ്റഡ് ആണ്. ഇപ്പം ഞാൻ സാച്ചുറേറ്റഡ് ആണെന്ന് പറയുമ്പോൾ എന്താണ്? മതിയാവുവോളം എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ സാച്ചുറേറ്റഡ്, മതിയാവുവോളം എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്നുള്ളൊരു വേർഡ് ജനറലി യൂസ് ചെയ്യുക. അപ്പോൾ സൊല്യൂഷനിൽ എന്താണ്? ഒരു സോൾവെൻറ്റിൽ, ഇപ്പം ഞാൻ ഒരു സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുവാണ്, വെള്ളത്തിൽ ഞാൻ സോൾട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കുറേ ഞാൻ മിക്സ് ചെയ്തു. ഇപ്പോൾ ഒരു 10 സ്പൂൺ ഞാൻ മിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. 11ാമത്തെ സ്പൂൺ ഞാൻ ഇട്ട് കഴിയുമ്പം ആ സോൾട്ട് ആ വാട്ടറിൽ, അതായത് ആ തന്നിട്ടുള്ള ആ ഒരു വാട്ടർ ക്വാണ്ടിറ്റിയിൽ ആ സോൾട്ട് ഫർദർ ഡിസോൾവ് ആവാത്ത അത്രയും ഒരു ക്വാണ്ടിറ്റി ആയി. സോ ആ ഒരു ക്വാണ്ടിറ്റിക്ക് ജസ്റ്റ് മുമ്പ് വരെ, അപ്പോൾ 11ാമത്തെ സ്പൂൺ ഞാൻ ഇട്ടപ്പോഴാണ് ആ സോൾട്ട് ആ വാട്ടറിൽ, ഇപ്പം ഒരു 1/4 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 ലിറ്റർ വേണ്ട, ഒരു ഗ്ലാസ് വെള്ളമാണെന്ന് വിചാരിച്ചു. 2 ഗ്ലാസ് ഓഫ് വാട്ടർ, 2 ഗ്ലാസ് ഓഫ് വാട്ടർ ഞാൻ ഈ ബീക്കറിൽ എടുത്തിട്ടുണ്ട്. ഈ ബീക്കറിൽ ഞാൻ കുറേ സോൾട്ട് ഞാൻ ആഡ് ചെയ്ത് ഒരു 6 ടീസ്പൂൺ സോൾട്ട് ഞാൻ ആഡ് ചെയ്തു. 6 ടീസ്പൂൺ സോൾട്ട് ഞാൻ ആഡ് ചെയ്തത് വരെ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയി. 7ാമത്തെ ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത സമയത്ത് അത് ഡിസോൾവ് ആവാതെ അത് സെറ്റിൽ ഡൗൺ ചെയ്ത് കിടന്നു. കാരണം എന്താണ്? ഈ തന്നിട്ടുള്ള ഈ 2 ഗ്ലാസ് ക്വാണ്ടിറ്റി, ഈ 2 ഗ്ലാസ് വാട്ടർ ഇനി കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് മിക്സ്, അല്ലെങ്കിൽ അതിൽ അലിയാനുള്ള ആ ക്വാണ്ടിറ്റി എന്തില്ല? സോൾവെൻ്റ് ഇല്ല. അപ്പോൾ ഈ 6 ടീസ്പൂൺ എന്ന് പറയുന്ന ആ ഒരു സൊല്യൂട്ട് ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ? 6 ടീസ്പൂൺ നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്ത ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയണേ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയണേ. ഫർദർ നമ്മൾ അതിലേക്ക് ഒരു ഇച്ചിരി സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സോൾവെൻറ്റിൽ അലിയില്ല, അതെന്തായി കിടക്കും? സെറ്റിൽ ഡൗൺ ആയി കിടക്കും. അങ്ങനത്തെ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ സോൾട്ട് നമ്മൾ ആഡ് ചെയ്ത് സെറ്റിൽ ചെയ്ത് കിടക്കുവാണെങ്കിൽ അങ്ങനത്തെ സൊല്യൂഷൻ എന്ത് പറയും? ഹൈപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ഹൈപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് പറയും? അത് ഹൈപ്പർ സാച്ചുറേറ്റഡ് ആണ്. ഹൈപ്പർ എന്ന് പറയുമ്പം കൂടുതൽ. മനസ്സിലായല്ലോ? വേറൊരു ടേമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടേമാണ് സോലിബിലിറ്റി. സോലിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സൊല്യൂട്ട് വരെ അതിൽ ഡിസോൾവ് ആവും. ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി, ഇതിൻ്റെ സോലിബിലിറ്റി എന്താണ്? ഒരു 2 ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ സോലിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്തോരം സൊല്യൂട്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവും എന്നുള്ളതാണ് അതിൻ്റെ സോലിബിലിറ്റി. അപ്പോൾ നമ്മൾ സോലിബിലിറ്റിയുടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, നമ്മൾ ടെമ്പറേച്ചർ കൂടുന്തോറും എന്താകും? ആ സോൾവെൻറ്റിന് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂട്ടിൻ്റെ അളവും കൂടും. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ സോലിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഓൾസോ ഇൻക്രീസ്. ഇപ്പോൾ വെള്ളം നമ്മൾ ചൂടാക്കിയിട്ട് വെള്ളം ഞാനിപ്പോൾ ചൂടാക്കി, ഞാനൊരു 10 സ്പൂൺ വാട്ടർ ആഡ് ചെയ്യുമ്പം അതങ്ങനെ ഡിസോൾവ് ആയി പോയെങ്കിൽ അതെന്താ? അപ്പം ഞാൻ ചൂടാക്കാത്ത വെള്ളമാണെങ്കിൽ ചിലപ്പോൾ ഒരു 7-8 സ്പൂൺ ആഡ് ചെയ്യുന്നതോടുകൂടി അത് എന്തായിട്ടുണ്ടാവും? സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഒരു സൊല്യൂട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റണേ, അതാണ് ആ ഒരു സോൾവെൻറ്റിൻ്റെ സോലിബിലിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഹോമോജിനസ് മിക്സ്ചർ എന്ന് പറയുന്നതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. യെസ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കാം? ഹെട്രജിനസ് മിക്സ്ചർ നോക്കാം. യെസ്, ഹെറ്റർജിനസ് മിക്സ്ചർ. അപ്പോൾ ഹെറ്റർജിനസ് മിക്സ്ചറിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇവിടെ കോമ്പോസിഷൻ സിമിലർ ആവണം എന്നില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്കെ. അപ്പോൾ നമ്മുടെ ഹോമോജിനസ് മിക്സ്ചറിൻ്റെ കാര്യം പറഞ്ഞു അവിടെ പാർട്ടിക്കിൾസ് ഫിസിക്കലി കണക്റ്റഡ് ആണ്. അവിടെ കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കണില്ല, ഫിസിക്കലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അതിലുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസിലും കാര്യങ്ങളിലൊന്നും വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ആ ഒരു പർട്ടിക്കുലർ മാറ്ററിൽ അല്ലെങ്കിൽ ഹോമോജിനസ് മിക്സ്ചറിൻ്റെ കോമ്പോസിഷൻ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ നമ്മുടെ ഹെറ്റർജിനസ് മിക്സ്ചറിൻ്റെ കാര്യം പറയുമ്പം ഇവിടെയും നമ്മുടെ പാർട്ടിക്കിൾസ് എന്താണ്? ഫിസിക്കലി തന്നെയാണ് കണക്റ്റഡ്. പക്ഷേ ഈ മാറ്ററിൻ്റെ കോമ്പോസിഷൻ എന്താവില്ല? എപ്പോഴും ത്രൂ ഔട്ട് സെയിം ആവണം എന്നില്ല. നമ്മൾ ഹെറ്റർജിനസ് മിക്സ്ചറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സിമ്പിൾ
ഫിസിക്കൽ മെത്തേഡ്സിൽ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഹാൻഡ് പിക്കിംഗ് ഓർ മാഗ്നറ്റിക് സെപ്പറേഷൻ ഇങ്ങനത്തെ രീതിയിലുള്ള സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെട്രോജിനസ് മിക്സ്ചേഴ്സിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഹെട്രോജിനസ് മിക്സ്ചറും ഹോമോജിനസ് മിക്സ്ചറും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് ഇതാണ്, കോമ്പോസിഷൻ സെയിം ആവില്ല. ത്രൂ ഔട്ട് നമുക്ക് കോമ്പോസിഷൻ സെയിം ആയിരിക്കും. നമ്മളിപ്പോൾ സൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞു, ത്രൂ ഔട്ട് നമ്മുടെ കോമ്പോസിഷൻ സെയിം ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഹെട്രോജിനസ് മിക്സ്ചറിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഹെട്രോജിനസ് മിക്സ്ചറിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് സസ്പെൻഷൻ, രണ്ടാമത്തത് കൊളോയിഡ്. സസ്പെൻഷനും കൊളോയിഡ്സ് അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയും. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹെട്രോജിനസ് മിക്സ്ചറാണ്. ഈ ഹെട്രോജിനസ് മിക്സ്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഗ്യാസിലോ അല്ലെങ്കിൽ ലിക്വിഡിലോ നമുക്ക് സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ സോളിഡ് പാർട്ടിക്കിൾസ് എന്താണ്? സെഡിമെന്റ് ചെയ്യുന്ന അത്രയും രീതിയിൽ വലിപ്പമുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു സസ്പെൻഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ടാവും. ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ടാവും, ഒരു ഡിസ്പേർഷൻ മീഡിയം ഉണ്ടാവും. നമ്മുടെ ഹെട്രോജിനസ് മിക്സ്ചറിന് ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസും ഒരു ഡിസ്പേർഷൻ മീഡിയവും ഉണ്ടാവും. നമ്മളിപ്പോൾ സൊല്യൂഷൻ്റെ കാര്യത്തിന് നമ്മൾ പറഞ്ഞു എന്തുണ്ടാവും? നമുക്കൊരു സൊല്യൂട്ട് ഉണ്ട്, ഒരു സോൾവെന്റ് ഉണ്ട് അല്ലേ? സൊല്യൂട്ട് നമ്മൾ എന്ത് സാധനമാണോ മിക്സ് ചെയ്യുന്നത് അതാണ് സൊല്യൂട്ട്, ഏതിലേക്കാണോ മിക്സ് ചെയ്യണേ അതാണ് സോൾവെന്റ്. അതേപോലെയാണ് ഇവിടെയും സൊല്യൂട്ടിൻ്റെ സ്ഥാനത്താണ് സസ്പെൻഷനിലായാലും കൊളോയിഡ്സിലായാലും നമ്മൾ എന്ത് പറയണേ? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയണേ. അതേപോലെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സാധനത്തിലേക്കാണോ ഈ പാർട്ടിക്കിൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ അതാണ് നമ്മുടെ ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ സസ്പെൻഷനും കൊളോയിഡും നോക്കാം. സസ്പെൻഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് മിക്ക കേസസിലും എന്തായിരിക്കും? സോളിഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ഈ സോളിഡ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? കുറച്ച് വലിയ സൈസിലായിരിക്കും. സെറ്റിൽ ഡൗൺ ചെയ്യണ ആ ഒരു സൈസ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയുക, സെഡിമെന്റ് ചെയ്യണ ആ ഒരു സൈസ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, മഡി വാട്ടർ അല്ലേ? ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് മണൽ കലക്കി അല്ലെങ്കിൽ കുറച്ച് മണ്ണ് കലക്കിയാൽ നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസോൾവ് ആവില്ല. അതെന്താവും? ആ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കും. അവിടെ ഡിസോൾവ് ആവുമല്ല, ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുകയാണ്. ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കണതുകൊണ്ടാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നും ഡിസ്പേർഷൻ മീഡിയം എന്നും നമ്മൾ ആ സംഭവങ്ങൾക്ക് പറയണം. അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നും ഡിസ്പേർഷൻ മീഡിയം എന്നും നമ്മൾ പറയാൻ കാരണം പാർട്ടിക്കിൾസ് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കണതുകൊണ്ടാണ്. കംപ്ലീറ്റ് ആയ ഒരു ഡിസോൾവിങ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു നമ്മൾ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കണ ആ സാധനങ്ങൾ, ആ സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്തായിരിക്കും? ഭയങ്കര വലുതായിരിക്കും. നമ്മൾ അതിനെ കുറച്ച് സമയം അനക്കാണ്ട് വെച്ചാൽ ഇവൻച്വലി അതെന്താവും? സെറ്റിൽ ഡൗൺ ചെയ്യും. ഏതിലാണ്? നമ്മുടെ സസ്പെൻഷനിലാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് മണൽ കലക്കി നോക്കുക. കുറേ സമയം അതങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് നമ്മൾ കലക്കി കുറേ സമയം അങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് ഇങ്ങനെ കിടക്കും. അതിങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്താവും? അത് സെറ്റിൽ ഡൗൺ ആവും. അപ്പോൾ അങ്ങനെ സെറ്റിൽ ഡൗൺ ആവണ ആ സൈസിലാണ് നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസ് എങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? സസ്പെൻഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്. ഇനി നമ്മൾ പറയുമ്പം നമ്മളൊരു എന്താ പറയുക, ഒരു ഹെട്രോജിനസ് മിക്സ്ചറിനെ നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ്? സെറ്റിൽ ഡൗൺ ആവണ സ്റ്റേജിന് മുമ്പത്തെ സ്റ്റേജിലാണ് നമ്മൾ അതിനെ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വെള്ളത്തിൽ മണ്ണ് നമ്മൾ കലക്കി കഴിഞ്ഞ് അത് രണ്ടും കൂടെ അങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കണ ആ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ അതിനെ എന്ത് പറയണേ? സസ്പെൻഷൻ എന്ന് പറയണത്. സെറ്റിൽ ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സസ്പെൻഷൻ അല്ല. മനസ്സിലായല്ലോ? നമ്മൾ സസ്പെൻഷൻ നമുക്ക് പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സസ്പെൻഷൻ്റെ ഡിസ്പേഴ്സ്ഡ് മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ സസ്പെൻഷനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പം എയറോസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയറോസോൾ എന്ന് പറയുമ്പം ഗ്യാസിൽ അല്ലെങ്കിൽ എയറിൽ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു സാധനത്തിൽ സോളിഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ സസ്പെൻഡ് ആയി കിടക്കുന്നതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ? എയറോസോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കണേ. മനസ്സിലായി? അതായത് സോളിഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾസ് എന്തിൽ സസ്പെൻഡ് ആയി കിടക്കും? നമ്മുടെ ഗേഷ്യസ് സ്റ്റേറ്റിൽ സസ്പെൻഡ് ആയി കിടക്കുന്നതിനെയാണ് നമ്മൾ എയറോസോൾ. നമ്മൾ എക്സാമ്പിൾ പറയുമ്പം നമുക്ക് പെർഫ്യൂം നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫോഗ് മിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഫോഗ് മിസ്റ്റ്,
അതേപോലെ നമ്മുടെ സ്മോക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ കെറ്റിൽ നിന്നൊക്കെ സ്മോക്ക് വരാറുണ്ടല്ലോ, ആ ഒരു നീരാവിയിൽ എന്തുണ്ടാവും, ആ ആവിയിൽ വെള്ളത്തുള്ളികളും ഉണ്ടാവും, അതേപോലെ എയറും ഉണ്ടാവും. ആ ഒരു നീരാവിയിൽ എന്തൊക്കെ ഉണ്ടാവും, എയറും ഉണ്ടാവും, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സും ഉണ്ടാവും. സോ അങ്ങനെ, അപ്പോൾ അത് ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആ ഒരു എയർ കണ്ടന്റിൽ എങ്ങനെ കിടക്കും, ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കും. മനസ്സിലായോ? യെസ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെ അറിഞ്ഞിരിക്കേണ്ടത്. കൊളോയിഡ്സും സിമിലർ ടു സസ്പെൻഷൻ ആണ്. ആകെയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സസ്പെൻഷനിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസിൽ നമുക്ക് നേക്കഡ് ആയി കൊണ്ട് തന്നെ കാണാൻ പറ്റും. വെറുതെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം മഡി വാട്ടർ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചോക്ക് എടുത്ത് പൊടിച്ചിട്ട് വെള്ളത്തിൽ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്ക്, അതും ഇതേപോലെ മഡി വാട്ടർ പോലെ തന്നെ ഇരിക്കും. ആ ചോക്ക് പാർട്ടിക്കിൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേക്കഡ് ആയി കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? കൊളോയിഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേക്കഡ് ആയി കൊണ്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. സെറ്റിൽ ഡൗൺ ആവണ ഒരു വലിപ്പം ഡിസ്പേഴ്സ്ഡ് ഫേസിന് എന്തുണ്ടാവില്ല, ഒരു സാധനം സെറ്റിൽ ഡൗൺ ആവണ വലിപ്പം നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസിന് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, കൊളോയിഡ്സ് എന്ന് പറയും. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പം കൊളോയിഡൽ സൊല്യൂഷൻസ് ഒക്കെ എന്തുപോലെ ഇരിക്കും, സൊല്യൂഷൻസ് പോലെ തന്നെ ഇരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം. മിൽക്ക് ഒരു എന്താ പറയുക, ബെസ്റ്റ് ആയ ഒരു എക്സാമ്പിളാണ് മിൽക്ക്. അതേപോലെ ബ്ലഡ്, ടൂത്ത് പേസ്റ്റ് നമുക്ക് പറയാം. മിൽക്ക്, ബ്ലഡ്, അതേപോലെ എന്താണ് ടൂത്ത് പേസ്റ്റ്, ഷാംപൂ, ഹാൻഡ് വാഷിൽ നമ്മുടെ ഹാൻഡ് വാഷ്, ഇതൊക്കെ എന്തിൽ വരും, കൊളോയിഡ്സിൽ വരും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ സംഭവങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ഇതിൽ നമുക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസിനെയും ഡിസ്പേർഷൻ മീഡിയത്തിനെയും നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ തോന്നും, സൊല്യൂഷൻസ് ആയിട്ട് തോന്നും. അപ്പോൾ ഒരു സാധനം നമുക്ക് കിട്ടിയാൽ അത് കൊളോയിഡ് ആണോ, അത് കൊളോയിഡൽ സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ ഒരു സിമ്പിളായ ഒരു സൊല്യൂഷൻ ആണോ, നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? കൊളോയിഡ്സിന് എന്തുണ്ട്, ടിൻഡൽ എഫക്റ്റ് ഉണ്ട്. കൊളോയിഡ്സിന് എന്തുണ്ട്, ടിൻഡൽ എഫക്റ്റ് ഉണ്ട്. സോ എന്താണ് ടിൻഡൽ എഫക്റ്റ്? ഇപ്പം ഞാനൊരു ബീക്കറിൽ കുറച്ച് മിൽക്ക് നിറച്ച് വെച്ചു. ഓക്കെ, ഇത് മിൽക്കാണ്. ഇവിടെ ഞാൻ അതേപോലെ ഒരു ബീക്കറിൽ കുറച്ച് സോൾട്ട് സൊല്യൂഷൻ, ഇവിടെ എന്താണ്, ഇത് സോൾട്ട് സൊല്യൂഷനാണ്. ഓക്കെ, നമുക്കറിയാം മിൽക്ക് കൊളോയിഡ്സ് ആണ്, സോൾട്ട് സൊല്യൂഷനാണ്. ഞാൻ പറഞ്ഞു കൊളോയിഡൽ സൊല്യൂഷൻ എന്ത് എക്സിബിറ്റ് ചെയ്യും, ടിൻഡൽ എഫക്റ്റ് എക്സിബിറ്റ് ചെയ്യും. ഞാൻ ഇതിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് ഞാൻ പാസ് ചെയ്താൽ, മിൽക്കിലേക്ക് ഞാനൊരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്താൽ, ആ റേ ഓഫ് ലൈറ്റ് സ്കാറ്റർ ആവും. മനസ്സിലായോ? ആ റേ ഓഫ് ലൈറ്റ് എന്താവും, ഇങ്ങനെ സ്കാറ്റർ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മിൽക്കിൽ എന്തുണ്ട്, കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ മിൽക്കിൽ എന്തുണ്ട്, കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ട്, കുഞ്ഞത് നമുക്ക് നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ ലൈറ്റ് കാണും, നമുക്കറിയാം ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഓരോ പാർട്ടിക്കിളിലും, ആ പല പാർട്ടിക്കിൾസിൽ എന്താവും, അതങ്ങനെ തട്ടി ആ ലൈറ്റ് റേസ് സ്കാറ്റർ ആവും. അതേസമയം നമ്മളൊരു സോൾട്ട് സൊല്യൂഷനിലേക്ക് നമ്മൾ ലൈറ്റ് പാസ് ചെയ്താൽ അത് ക്ലിയർ ആയി നമുക്ക് പാസ്സായി പുറത്തേക്ക് വരും. അവിടെ സ്കാറ്ററിങ് നടക്കില്ല. കാരണം സോൾട്ട് എന്തായി, സോൾട്ട് ഡിസ്പേഴ്സ് ആയി കിടക്കുമല്ല, സോൾട്ട് സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയി ഡിസോൾവ് ആയി കിടക്കുവാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കൊളോയിഡ്സിനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ തോന്നും, കൊളോയിഡൽ സൊല്യൂഷൻ, നമുക്ക് അത് സൊല്യൂഷൻ ആയിട്ടേ തോന്നത്തുള്ളൂ. പക്ഷെ കൊളോയിഡ് ആണോ അല്ലെങ്കിൽ സൊല്യൂഷൻ ആണോ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ലൈറ്റ് പാസ് ചെയ്ത് നോക്കുക. ലൈറ്റ് പാസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ലൈറ്റ് റേസ് ഇങ്ങനെ സ്കാറ്റർ ആയി കഴിഞ്ഞാൽ അതെന്താണ്, അത് കൊളോയിഡ്സ് ആണ്. അതേസമയം ആ ലൈറ്റ് റേസ് ആ ഒരു ഇതിൽ കൂടെ, ആ ഒരു സൊല്യൂഷനിൽ കൂടെ സുഖമായി പാസ് ചെയ്ത് വന്നാൽ അതെന്താണ്, അത് സൊല്യൂഷനാണ്. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ ഈ മിസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോഗൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ലൈറ്റ് അടിച്ചാൽ അല്ലേ, നമ്മുടെ ഇപ്പോൾ ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ സ്കാറ്റർ ആവണത് നമുക്ക് കാണാൻ പറ്റും. ടിൻഡൽ എഫക്റ്റ് ആണ് അവിടെ നടക്കുന്നത്. മിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഫോഗൊക്കെ ആയാലും ഇങ്ങനെ മഞ്ഞ് അല്ലെ, അങ്ങനെ ഒരു കോട ഇറങ്ങിയിരിക്കണം ആ ഒരു സമയത്ത് നമ്മൾ വണ്ടിയിലുള്ള ഒരു ലൈറ്റ് അടിച്ച് നോക്കുക. ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം അതിങ്ങനെ സ്കാറ്ററായി പോണത് കാണാം. അത് എന്ത് എഫക്റ്റാണ്? ടിൻഡൽ എഫക്റ്റാണ്. കാരണം നമുക്കറിയാം യെസ്, അത് കൊളോയിഡ്, ഒന്നെങ്കിൽ നമുക്ക് കൊളോയിഡ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ സസ്പെൻഷൻ എന്ന്. പാർട്ടിക്കിൾസ് വലുതാണെങ്കിൽ, ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ പാർട്ടിക്കിൾസ് വലുതാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും?
സസ്പെൻഷൻ എന്ന് പറയും. സെറ്റിൽ ഡൗൺ ആവണ ആ സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സസ്പെൻഷൻ എന്ന് പറയും. സെറ്റിൽ ഡൗൺ ആവണ ആ സൈസ് ഇല്ല, നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ സൈസാണ് ആർക്ക്, ഡിസ്പേഴ്സ്ഡ് ഫേസിനെങ്കിൽ നമ്മൾ എന്ത് പറയും, കൊളോയിഡ്സ് എന്ന് പറയും. നേക്കഡ് ആയിക്കൊണ്ട് നമുക്ക് പാർട്ടിക്കിൾസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്കറിയാം അതിന് നമുക്ക് അത് സൊല്യൂഷൻ ആണോ കൊളോയിഡ് ആണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരില്ല. ഇപ്പോൾ ചോക്ക് പൗഡർ നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ചോക്ക് പാർട്ടിക്കിൾസ് നമുക്ക് കാണാം. സോ അത് സൊല്യൂഷൻ അല്ല സസ്പെൻഷനാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ പാർട്ടിക്കിൾസിൻ്റെ സൈസ് തീരെ ചെറുതാവുമ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പാട്. എങ്ങനെ കണ്ടുപിടിക്കും, ടിൻഡൽ എഫക്റ്റ് വെച്ച് കണ്ടുപിടിക്കും. മനസ്സിലായോ? യെസ്. സോ അതാണ് ഹെറ്ററോജിനസ് മിക്സ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക, മാറ്റർ എന്ന് പറയണതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ സസ്പെൻഷന് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ലാസ്റ്റ് നോക്കാം എയറോസോൾ എന്നുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും. നമുക്ക് ഈ ഒരു എന്താ പറയുക ഫസ്റ്റ് സെഷൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് നോക്കാം, അതിൻ്റെ ക്ലാസിഫിക്കേഷനും കുറച്ച് എക്സാമ്പിൾസും. യെസ്, അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോണത് മാസ്സാണ്. മാസും വെയ്റ്റും. ഓക്കെ, മാസും വെയ്റ്റും. ഈ മാസും വെയ്റ്റും നമ്മൾ ജനറലി നമ്മൾ മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ. അതിൻ്റെ മാസ് എന്താണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, ചില സമയത്ത് അതിൻ്റെ വെയിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ യൂഷ്വലി നമ്മുടെ ഡെയിലി യൂസേജിൽ നമ്മൾ അതായത് മാസ് എന്നുള്ള അതേ മീനിങ്ങിൽ നമ്മൾ വെയിറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ സയൻറ്റിഫിക്കലി നമ്മൾ സംസാരിക്കുമ്പം മാസും വെയിറ്റും രണ്ടാണ്. നമുക്ക് നോക്കാം എന്താണ് മാസ്, എന്താണ് വെയിറ്റ്, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നോക്കിക്കോളൂ. മാസ് എന്ന് പറയണത് the amount of matter present in a material. The amount of matter present in a material നെയാണ് നമ്മൾ എന്ത് പറയണേ, മാസ് എന്ന് പറയുന്നത്. the amount of matter in a material. ഒരു മെറ്റീരിയൽ ഇപ്പം ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തു, ആ മെറ്റീരിയലിൽ എന്തോരം മാറ്റർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മാസ്. അപ്പോൾ എന്താണ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം ആ ഒരു മെറ്റീരിയലിലേക്ക് എന്തോരം ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം ആ ഒരു മെറ്റീരിയലിലേക്ക്, ആ ഒരു പെർട്ടിക്കുലർ മാസ് ഉള്ള മെറ്റീരിയലിലേക്ക് എന്തോരം ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ, നമ്മൾ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ എന്താണ് മാസ് എന്ന് പറയണത് എമൗണ്ട് ഓഫ് മാറ്റർ in a material. ഒരു മെറ്റീരിയലിലുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ എമൗണ്ട് എന്താണോ അതാണ് എന്ത്, മാസ്. ഇതെന്താണ് എമൗണ്ട്, ദി മെഷർ ഓഫ്. വെയിറ്റ് എന്ന് പറയുന്നത് ദി മെഷർ ഓഫ് എമൗണ്ട് ഓഫ് ഫോഴ്സ് acting on a material due to acceleration due to gravity കാരണം ഒരു മെറ്റീരിയലിലേക്ക് എന്തോരം ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യണേ എന്നുള്ളതാണ് എന്ത്, നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ടാണ്. മാസ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു സാധനത്തിൽ എന്തോരം ഒരു മെറ്റീരിയലിൽ എന്തോരം മാറ്റർ ഉണ്ട് എന്നുള്ളതാണ്, എന്തോരം മാറ്റർ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്താണെന്നുള്ളതാണ് നമ്മുടെ മാസ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ മാസ് ഉള്ള ആ ഒരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിലേക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം എന്തോരം ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യണമെന്നുള്ളതാണ് വെയിറ്റ്. മനസ്സിലായല്ലോ? മാസിനെ നമ്മൾ എം എന്ന് പറയുന്ന സിമ്പൽ വെച്ചാണ് യൂഷ്വലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. വെയിറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഡബ്ല്യു എന്നുള്ളൊരു സിമ്പൽ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാറ്. മാസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഞാൻ ഇവിടെ എഴുതാം ഡബ്ല്യു.
മാസിൻ്റെ കാര്യം പറയുമ്പോൾ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി. മാസ് കണ്ടുപിടിക്കുന്നത് വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമുക്ക് ജി എന്ന് പറയാം. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് കിലോഗ്രാം ആണ്. SI യൂണിറ്റ് കിലോഗ്രാം ആണ്. പിന്നെ നമുക്ക് ഗ്രാം അല്ലെങ്കിൽ ടൺ ഇങ്ങനെയൊക്കെ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് എന്തിന്? മാസിന്. നമ്മൾ വെയിറ്റിൻ്റെ കാര്യം പറയുമ്പം ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? സിമിലർ ടു ഫോഴ്സ് ആണ് വെയിറ്റിൻ്റെ യൂണിറ്റ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണോ അതാണ്. SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. വേറെയും നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണ് എന്ത്? നമ്മുടെ വെയിറ്റിൻ്റെയും യൂണിറ്റ്. മാസ് എന്ന് പറയുന്നത് മാസ് എന്ന് 2 3 മാസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? മാസ് എന്ന് പറയുന്നത് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആണ്. മാസ് ഒരു സാധനത്തിൻ്റെ മെഷർ ഞാൻ ഇന്നലെ വെയിറ്റ് ചെയ്യുമ്പോൾ മാസ് കണ്ടുപിടിക്കുമ്പോഴും സെയിം ആണ്. ഞാൻ ഇന്ത്യയിൽ വെച്ച് അതിൻ്റെ മാസ് കണ്ടുപിടിക്കുമ്പോഴും, ഞാനിപ്പോൾ എർത്തിൽ വെച്ച് അതിൻ്റെ മാസ് കണ്ടുപിടിക്കുമ്പോഴും സെയിം ആണ്. ഞാനത് മെർക്കുറിയിൽ പോയി അതിൻ്റെ മാസ് കണ്ടുപിടിച്ചാലും സെയിം ആയിരിക്കും. അപ്പോൾ മാസ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. മാസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈറ്റ് മാറുന്നതിനനുസരിച്ച്, ഹൈറ്റിൽ വേരിയേഷൻസ് വരുന്നതിനനുസരിച്ച് എന്ത് വേരി ആവും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വേരിയേഷൻ വരും. അപ്പോൾ വെയിറ്റ് എന്തല്ല? വെയിറ്റ് വേരിയബിൾ ആണ്. വെയിറ്റ് എന്താണ്? വെയിറ്റ് വേരിയബിൾ ആണ്. അത് മാറിക്കൊണ്ടേയിരിക്കും. അഞ്ചാമത്തെ ഒരു ഡിഫറൻസ് നമ്മൾ പറയുമ്പോൾ മാസ് ക്യാൻ നെവർ ബി സീറോ. മാസ് ക്യാൻ നെവർ ബി സീറോ. പക്ഷെ വെയിറ്റ് അങ്ങനെയല്ല. ഇഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണെങ്കിൽ, G 0 ആണെങ്കിൽ വെയിറ്റ് ക്യാൻ ബി 0. G 0 ആണെങ്കിൽ അവിടെ എന്തായി? വെയിറ്റ് എന്തായി? വെയിറ്റ് 0 ആയി. മാസ് നമ്മൾ മെഷർ ചെയ്യാൻ നമുക്ക് നോർമൽ ബാലൻസ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാം. നോർമൽ വെയിങ് ബാലൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് മെഷർ ചെയ്യാം? മാസ് നമുക്ക് മെഷർ ചെയ്യാം. പക്ഷെ വെയിറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യണേ? വി ജനറലി യൂസ് സ്പ്രിംഗ് ബാലൻസ്. വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യണേ? നമ്മൾ സ്പ്രിംഗ് ബാലൻസ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ മാസും വെയിറ്റും തമ്മിലുള്ള ഒരു മേജറായ ഡിഫറൻസസ് ഇതൊക്കെയാണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൽ എന്തോരം ഒരു മാറ്റർ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ മാസ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാറ്റർ ഉള്ള ആ ഒരു സാധനത്തിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മെഷർ എന്താണ്, അല്ലെങ്കിൽ എമൗണ്ട് എന്താണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം അതിലേക്ക് എക്സേർട്ട് ചെയ്യണ ആ ഒരു ഫോഴ്സിൻ്റെ മെഷർ എന്താണോ അതാണ് നമ്മുടെ വെയിറ്റ്. അതേപോലെ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് കണ്ടുപിടിക്കുന്നത് വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വെയിറ്റ് കണ്ടുപിടിക്കുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമുക്ക് G എന്നാണ് നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യാറ്. ജനറലി ആക്സലറേഷനെ നമ്മൾ A എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ G എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഫിസിക്സിൽ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. യെസ്, ഫിസിക്സിൽ നമുക്ക് വെയിറ്റും പഠിക്കാനുണ്ട്. ഓക്കെ, മാസിൻ്റെ നമ്മുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. നമുക്ക് ഗ്രാം, ടൺ അങ്ങനത്തെ യൂണിറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ വെയിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണോ? ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണ് നമ്മുടെ വെയിറ്റിൻ്റെയും SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. വേറെയും നമുക്ക് ഫോഴ്സിൻ്റെ വേറെ യൂണിറ്റ്സും നമുക്കിവിടെ യൂസ് ചെയ്യാം. മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ വെയിറ്റ് നമുക്കറിയാം ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച്, ലൊക്കേഷൻ്റെ ഹൈറ്റിൽ വേരിയേഷൻസ് വരുന്നതിനനുസരിച്ച് എന്ത് വരും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വേരിയേഷൻസ് വരും. സോ അങ്ങനെ വന്നു കഴിയുമ്പം എന്താവും? വെയിറ്റിലും വേരിയേഷൻസ് വരും. മാസ് ഒരിക്കലും 0 ആവില്ല. പക്ഷേ നമുക്കറിയാം ചില പോയിന്റ്സിൽ എന്താവും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആവും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയിക്കഴിഞ്ഞാൽ എന്തും 0 ആവും? വെയിറ്റും 0 ആവും. പിന്നെ നമ്മൾ പറഞ്ഞു മാസ് നമുക്ക് നോർമലായ ബാലൻസ്, ബീം ബാലൻസ് കൊണ്ട്, നോർമലായ ബാലൻസ് കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്താണ് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. സോ അതാണ് നമ്മുടെ മാസും വെയിറ്റും. നമ്മൾ എന്താ പറയുക, എപ്പോഴും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മാസും വെയിറ്റൊക്കെ മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ സയൻറ്റിഫിക്കലി രണ്ടും രണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണ ഒരു ടേമാണ് വോള്യൂം. വോള്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് സ്പേസ്
ദി എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ മാറ്റർ ആണ് നമ്മൾ വോള്യൂം എന്ന് പറയുന്നത്. ദി എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ മാറ്റർ, ഒരു മാറ്ററിന് ഇരിക്കാൻ ആവശ്യമുള്ള സ്ഥലം, എമൗണ്ട് ഓഫ് സ്പേസ്, അല്ലെങ്കിൽ ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ മാറ്റർ, അങ്ങനെയും വേണമെങ്കിൽ പറയാം. ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ മാറ്റർ, യെസ്, എമൗണ്ട് ഓഫ് വേണ്ട, ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ മാറ്റർ, സ്പേസ് അല്ലേ. ഒരു മാറ്ററിന് ഇരിക്കാൻ എന്തോരം സ്ഥലമാണോ വേണ്ടത് അതിനെയാണ് നമ്മൾ എന്ത് പറയണേ, നമ്മൾ വോള്യൂം എന്ന് പറയണം. അപ്പോൾ വോള്യത്തിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം നമ്മൾ ജനറലി നമ്മൾ വോള്യത്തിന് യൂസ് ചെയ്യണം കോമൺ ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ലിറ്റർ, ലിറ്ററും മില്ലി ലിറ്ററും അല്ലേ. ജനറലി നമ്മൾ അതാണ് യൂസ് ചെയ്യാറ്, ലിറ്ററും മില്ലി ലിറ്ററും. പക്ഷേ വോള്യത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്ററും അല്ല മില്ലി ലിറ്ററും അല്ല, പക്ഷേ എന്താണ്, മീറ്റർ ക്യൂബാണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ ക്യൂബാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് കൺവേർഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 1 dm ക്യൂബ് അല്ലേ, 1 dm ക്യൂബ് എന്ന് പറയുന്നതാണ് എന്തിന് ഈക്വല്, 1 ലിറ്ററിന് ഈക്വൽ. 1 dm ക്യൂബ് എന്ന് പറയുന്നതാണ് എന്തിന് ഈക്വല്, 1 ലിറ്ററിന് ഈക്വൽ. ഓക്കെ, 1 dm ക്യൂബ് എന്ന് പറയുന്നതാണ് 1 ലിറ്ററിന് ഈക്വൽ. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 1000 ലിറ്ററിന് ഈക്വൽ ആണ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്ററിന് ഈക്വൽ ആണ്. അതേപോലെയാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്, 1 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്, 1000 മില്ലി ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പം dm ക്യൂബ് എന്ന് പറയുന്നത് 1 ലിറ്റർ പോലെ 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1 മില്ലി ലിറ്റർ, 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്, 1 സെൻറ്റിമീറ്റർ ക്യൂബിന് ഈക്വൽ ആണ്. സോ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഈ യൂണിറ്റ് കൺവേർഷനൊക്കെ അറിഞ്ഞിരിക്കണം. ജനറലി നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ലിക്വിഡ്സിൻ്റെ വോള്യൂം, നമ്മൾ വോള്യൂം മെഷർ ചെയ്യണത് ലിറ്റർ മില്ലി ലിറ്ററിലാണ്. ലിറ്റർ മില്ലി ലിറ്ററിലാണ്. നമ്മൾ ഇപ്പോൾ കടയിൽ പോയി നമ്മൾ ഓയിൽ മേടിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുക, 1 ലിറ്റർ ഓയിലാണ് അല്ലേ. ആ ഒരു ബോട്ടിലിൽ 1 ലിറ്റർ ഓയിൽ അല്ലെങ്കിൽ 1/2 ലിറ്റർ ഓയിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. 500 ml, ഇത് എത്ര ml ആണ്, 500 ml ആണ്, 1/2 ലിറ്റർ ആണെന്നൊക്കെ. അങ്ങനെ ലിറ്റർ മില്ലി ലിറ്ററിലാണ് ജനറലി നമ്മൾ എന്ത് മെഷർ ചെയ്യാറ്, വോള്യൂം മെഷർ ചെയ്യാറ്. പക്ഷേ നമ്മുടെ SI യൂണിറ്റ് ലിറ്ററും അല്ല മില്ലി ലിറ്ററും അല്ല, എന്താണ്, മീറ്റർ ക്യൂബാണ്. മീറ്റർ ക്യൂബാണ് നമ്മുടെ SI യൂണിറ്റ്. അപ്പോൾ 1 dm ക്യൂബാണ് 1 ലിറ്റർ. 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ക്യൂബിന് ഈക്വൽ ആണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്, 1000 ml ആണ്. 1000 ലിറ്റർ ആണ് 1 മീറ്റർ ക്യൂബ്. 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത്, 1 ലിറ്റർ. വോള്യത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു യൂണിറ്റ് കൺവേർഷൻ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം, യെസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ, അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ദ മെഷർ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് അല്ലേ. യെസ്, എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ചൂട് എത്രയാണ് അല്ലെങ്കിൽ തണുപ്പ്, ഉഷ്ണം, ചൂട് എത്രയാണ് അല്ലെങ്കിൽ തണുപ്പ് എത്രയാണെന്ന് പറയണം. ആ ഒരു മെഷറിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ, ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ ജനറലി നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യണത് 3 സ്കെയിലിലാണ്. ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ്, ഒന്ന് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, മൂന്നാമത്തത് കെൽവിൻ. സി എന്ന് പറയുന്നത് സെൽഷ്യസ് ആണ്, എഫ് എന്താണ്, എഫ് ഫാരൻഹീറ്റ് ആണ്, കെ എന്ന് പറയുന്നത് കെൽവിനാണ്. കെ എന്ന് പറയുന്നത് കെൽവിനാണ്. അതിൽ നമ്മൾ ഭയങ്കര കോമൺ ആയി നമ്മൾ യൂസ് ചെയ്യുന്ന 2 സ്കെയിലാണ് അല്ലെങ്കിൽ 2 യൂണിറ്റ് ആണ് സെൽഷ്യസും ഫാരൻഹീറ്റും. പക്ഷെ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് സെൽഷ്യസും അല്ല ഫാരൻഹീറ്റും അല്ല, മറിച്ച് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത കെൽവിനാണ് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ്.
മനസ്സിലായോ? SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിൻ ആണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഓരോ യൂണിറ്റ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഡിഗ്രി ഫാരൻഹീറ്റിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 9/5 മൾട്ടിപ്ലൈഡ് ബൈ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. മനസ്സിലായോ? പ്ലസ് 32. അതേപോലെ നമുക്കൊരു യൂണിറ്റ് കെൽവിനിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുള്ളൊരു യൂണിറ്റ് പ്ലസ് 273.15. ഇനി 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 273.15 കെൽവിൻ. മനസ്സിലായോ? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 273.15 കെൽവിൻ. ഈ ഒരു കൺവേർഷൻ ഓഫ് യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസിലാണ് നിങ്ങൾക്ക് ആ യൂണിറ്റ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 എന്ന് ചെയ്യും. അതേപോലെ കെൽവിനിലാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട. ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുള്ള വാല്യൂടെ കൂടെ 273.15 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കെൽവിൻ സ്കെയിലിൽ ആ റീഡിങ് എന്താണെന്ന് കിട്ടും. നമുക്ക് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം കുറച്ച് എക്സാമ്പിൾസ്. ഞാൻ നമ്മുടെ വോള്യത്തിൽ ലിറ്റർ മില്ലി ലിറ്റർ കൺവേർഷൻ്റെ എക്സാമ്പിൾസ് കാണിക്കാത്തത് സിമ്പിൾ ആയതുകൊണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം. നമുക്ക് ലാസ്റ്റ് നമ്മുടെ ആ ഒരു സസ്പെൻഷൻ്റെ പല ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി സെൽഷ്യസിൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. നിങ്ങളോട് ഡിഗ്രി ഫാരൻഹീറ്റിലും കെൽവിനിലും കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യും? 35 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കറിയാം. 9/5 ഇൻറ്റു 35 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ചെയ്യുമ്പോൾ നമുക്ക് ഡിഗ്രി ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ കിട്ടും. ഈ 5ഉം 35ഉം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് 7 കിട്ടും. 9 ഇൻറ്റു 7 63 ആണ്. 63 പ്ലസ് 32 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 95 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് കിട്ടും. 95 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതേ ടെമ്പറേച്ചർ നമുക്ക് കെൽവിൻ സ്കെയിലിൽ കണ്ടുപിടിക്കണം. നമുക്കറിയാം സിംപ്ലി സെൽഷ്യസ് വാല്യൂടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? 273.15 നമ്മൾ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 308.15 കെൽവിൻ എന്ന് കിട്ടും. മനസ്സിലായോ? 308.15 കെൽവിൻ എന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അല്ലേ? യെസ്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി ഫാരൻഹീറ്റിൽ തന്നിട്ടുണ്ട്, എന്നിട്ട് സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഡിഗ്രി ഫാരൻഹീറ്റ് തരുമ്പം 81 വേണ്ട, ഒരു കാര്യം ചെയ്യാം, 243 ഡിഗ്രി ഫാരൻഹീറ്റിൽ തന്നിട്ടുണ്ട്. 243 ഡിഗ്രി ഫാരൻഹീറ്റിൽ തന്നിട്ടുണ്ട്. 243 വേണം, 243 വേണ്ട, 32 ആഡ് ചെയ്യുമ്പോൾ 273 എന്ന് കൊടുക്കാം. ഓക്കെ, 273 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ഡിഗ്രി സെൽഷ്യസിലും കെൽവിൻ സ്കെയിലിലും ഡിഗ്രി സെൽഷ്യസിലും ഈ ടെമ്പറേച്ചറിൻ്റെ മെഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നോക്കിക്കോളൂ, നമുക്കിവിടെ അറിയാം ഡിഗ്രി ഫാരൻഹീറ്റിൽ സെൽഷ്യസിൽ തന്നിട്ടുള്ള മെഷർമെൻറ്റിന് ഡിഗ്രി ഫാരൻഹീറ്റ് കണ്ടുപിടിക്കാൻ 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ചെയ്യുമ്പോഴാണ്. ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോളൂ, ഞാനിവിടെ എഴുതി കാണിക്കാം. y ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് 9/5 എക്സ് പ്ലസ് 32 എന്നാണ് തന്നിട്ടുള്ളത്. ഞാൻ ഈ ഡിഗ്രി സെൽഷ്യസിന് തൽക്കാലം എക്സ് വൈ എന്ന് മാറ്റിയതേ ഉള്ളൂ, സിമ്പിളായി മനസ്സിലാവാൻ. അപ്പോൾ നമുക്കറിയാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ എനിക്ക് ഒരു വൈ തന്നിട്ടുണ്ട്. ഞാൻ ഈ ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യും? ഈ 32നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈക്വൽ സൈഡിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആഡ് ചെയ്തൊരു സാധനം കൊണ്ടുവരുമ്പോൾ അതെന്തായി? മൈനസായി 9/5 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. എനിക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. സോ y മൈനസ് 32
ഡിവൈഡഡ് ബൈ 9/5 എന്ന് കിട്ടും അല്ലേ? ഡിവൈഡഡ് ബൈ 9/5 എന്ന് കിട്ടും. ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കും. സോ എന്ത് കിട്ടി? 5/9 കിട്ടി. അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നിട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നിട്ടുള്ള വാല്യൂന്ന് 32 മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാനിവിടെ എഴുതാം. ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഫാരൻഹീറ്റ് മൈനസ് 32 ഇൻറ്റു 5/9. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഫാരൻഹീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഞാനിവിടെ എഴുതാം. 273 മൈനസ് 32 ഇൻറ്റു 5/9 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഇത് മൈനസ് ചെയ്യുമ്പം എനിക്ക് ഇവിടെ 73 വേണ്ട, 75 എന്ന് കൊടുക്കാം. യെസ്, 75. നമുക്ക് ഡിവിഷൻ കുറച്ച് ഈസി ആവും. അപ്പോൾ 275 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 243 ഇൻറ്റു 5/9 എന്ന് കിട്ടും. 243 ഇൻറ്റു 5/9 എന്ന് കിട്ടും. 9 കൊണ്ട് നമുക്ക് 243 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 24 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. ബാലൻസ് നമുക്ക് 6 ആണ്. 6ൽ 7 പ്രാവശ്യമുണ്ട്. സോ 27 ഇൻറ്റു 5 ആണ് നമുക്ക് ആവശ്യം. 27 ഇൻറ്റു 5 എന്ന് പറയുമ്പം 3 ഇൻറ്റു 9 ഇൻറ്റു 5 ആണ് അല്ലേ? 3 ഇൻറ്റു 9 ഇൻറ്റു 5 ആണ്. നോക്കിക്കോളൂ. 9 ഇൻറ്റു 5 45 ആണ്. 9 ഇൻറ്റു 5 45 ആണ്. 45 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ 45 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 90 കിട്ടും. അതിൻ്റെ കൂടെ ഒരു 45 നമ്മൾ ആഡ് ചെയ്താൽ മതി. 90യുടെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടും. ഒരു 30 ആഡ് ചെയ്യുമ്പോൾ 130 കിട്ടും. ഒരു 5 ആഡ് ചെയ്യുമ്പോൾ 135 കിട്ടും. നമ്മുടെ ആൻസർ എന്താണ്? 135 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ നമുക്ക് സെൽഷ്യസ് സ്കെയിൽ കിട്ടി. അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? അതിൽ നിന്ന് നമുക്ക് ഡിഗ്രി കെൽവിൻ സ്കെയിൽ കണ്ടുപിടിക്കാം. സെൽഷ്യസിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? 273.15 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.15. ഇവിടെ 8 കിട്ടും, 10 കിട്ടും, 408.15. അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റിൽ തന്നിട്ട് സെൽഷ്യസോ കെൽവിനോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. കെൽവിൻ തന്നിട്ട് നിങ്ങളോട് ഡിഗ്രി ഫാരൻഹീറ്റും സെൽഷ്യസും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കാണും? എപ്പോഴും നിങ്ങൾക്ക് ഏത് യൂണിറ്റ് തന്നാലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം സെൽഷ്യസ് കണ്ടുപിടിക്കുക. കാരണം റിലേഷൻഷിപ്പ് നമുക്ക് സെൽഷ്യസുമായിട്ടേ അറിയാൻ പാടുള്ളൂ അല്ലേ? റിലേഷൻഷിപ്പ് നമുക്ക് അറിയാവുന്നത് ആരുമായിട്ടാണ്? സെൽഷ്യസ് ആയിട്ടാണ്. സോ ഫാരൻഹീറ്റ് തന്നിട്ട് കെൽവിൻ കാണാൻ പറഞ്ഞാൽ ഫാരൻഹീറ്റിൽ നിന്ന് ആദ്യം സെൽഷ്യസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് കെൽവിൻ കാണുക. കെൽവിൻ തന്നിട്ട് ഫാരൻഹീറ്റ് കാണാൻ പറഞ്ഞാൽ കെൽവിനിൽ നിന്ന് ആദ്യം സെൽഷ്യസ് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് കാണുക? ഫാരൻഹീറ്റ് കാണുക. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. 5 നോക്കട്ടെ, ഒരു മിനിറ്റ്. യെസ്, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 819.45 നമുക്കൊരു കെൽവിനിലാണ് തന്നേക്കണേ. 819.45 കെൽവിനാണ്. നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഡിഗ്രി സെൽഷ്യസും അതേപോലെ ഡിഗ്രി ഫാരൻഹീറ്റും. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വാല്യൂ ഫാരൻഹീറ്റിൽ തന്നാലും അല്ലെങ്കിൽ കെൽവിനിൽ തന്നാലും ആദ്യം നമ്മൾ ഏതിലേക്കാണ് മാറ്റണേ? സെൽഷ്യസിലേക്കാണ് മാറ്റണത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില വാല്യൂസ് അവർ കെൽവിനിൽ തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം കെൽവിനിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്കെയിലിൽ നമ്മൾ ഏത് സ്കെയിലിലേക്ക് മാറ്റും? നമ്മൾ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് നമ്മൾ മാറ്റണം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സെൽഷ്യസ് ചോദിച്ചിട്ടുണ്ടെങ്കിലും സെൽഷ്യസ് ചോദിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് മാറ്റണ സമയത്ത്, കെൽവിനിൽ നിന്ന് ഫാരൻഹീറ്റിലേക്ക് അല്ലെങ്കിൽ ഫാരൻഹീറ്റിൽ നിന്ന് കെൽവിനിലേക്ക് മാറ്റണ സമയത്ത് ഇൻ ബിറ്റ്വീനിലുള്ള ആ സെൽഷ്യസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കെൽവിനിലാണ് തന്നിട്ടുള്ളത്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകണം? ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ കാണാൻ പോകണം. ഇവിടെ തന്നിട്ടുണ്ട്. കെൽവിൻ സ്കെയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ 273.15 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കെൽവിൻ സ്കെയിലിൽ നിന്ന് സെൽഷ്യസ് കിട്ടാൻ എന്താണ്? കെൽവിൻ സ്കെയിലിൽ നിന്ന് നമ്മൾ 273.15 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കെ ആണ്. കെൽവിൻ
കെൽവിൻ സ്കെയിലിൽ നിന്ന് നമുക്ക് 273.15 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ എന്താണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്കറിയാം 819.45 മൈനസ് 273.15 അല്ലേ. 273.15 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇത് മൈനസ് ചെയ്യുമ്പോൾ 40 കിട്ടും അല്ലേ. ഇവിടെ 40 പോയിൻറ്റ്, ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടും. ഇവിടെ 7ൽ നിന്ന് 2 പോയാൽ നമുക്ക് 5 കിട്ടും. 11ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 4 കിട്ടും. 546.40 ആണ് എന്ത്? നമ്മുടെ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ. ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ഈ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കിനി ഡിഗ്രി ഫാരൻഹീറ്റ് കാണാം. ഡിഗ്രി ഫാരൻഹീറ്റ് നമ്മൾ പറഞ്ഞു 9/5 ഇൻറ്റു നമുക്ക് ഈ തന്നിട്ടുള്ള വാല്യൂ 546.40 പ്ലസ് 32 ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഫാരൻഹീറ്റിലുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യണ സമയത്ത് ഇവിടെ എന്ത് കിട്ടി? 5ൽ ഒരു പ്രാവശ്യം, ഇവിടെ 0, ഇവിടെ ബാലൻസ് 1. 16ൽ എത്ര പ്രാവശ്യം ഉണ്ടാവും? 16ൽ 3 പ്രാവശ്യം, എഗെയിൻ ബാലൻസ് 1, 2 പ്രാവശ്യം, ഇവിടെ 4 വരും. യെസ്. അപ്പോൾ 103.28 പ്ലസ് 32 ചെയ്യുമ്പം 135.28 135.28 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. 546.40 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 5 983 ആണ്. യെസ്, ഇവിടെ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല അല്ലേ. യെസ്, സോറി. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 983.52 കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ 32 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1015.52 ഡിഗ്രി ഫാരൻഹീറ്റ്. കറക്റ്റ് ആണോ നോക്കട്ടെ. 819.45 മൈനസ് 273.15 54. ഇവിടെ 3 ആണ്, സോറി, ഇവിടെ 30 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും 3 ആണ് വരിക. സോ ഇവിടെ 3 വരുമ്പോൾ എന്ത് വരും? 3 വരുമ്പം ബാലൻസ് 1 ആണ്. 13ൽ 26 എന്ന് വരും. ഓക്കെ, അപ്പം 546.3 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 5 983.35 പ്ലസ് 32 ചെയ്യുമ്പോൾ 1015.34 എന്ന് കിട്ടും ഇവിടെ. ഓക്കെ, 1015.34 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ നമ്മുടെ 819.45 കെൽവിൻ എത്ര ഫാരൻഹീറ്റ് ആണ്? 1015.34 ഫാരൻഹീറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്കെയിലിൽ നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്കെയിലിലേക്ക് മാറ്റണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കെമിസ്ട്രിയിൽ മാത്രമല്ല, നമുക്ക് ഫിസിക്സിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ ആവശ്യം വരും. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സെൽഷ്യസിൽ തന്നിട്ട് നിങ്ങളോട് ഫാരൻഹീറ്റിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഫാരൻഹീറ്റിൽ തന്നിട്ട് കെൽവിൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവണമെന്നില്ല അല്ലേ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിനേഷനിൽ ഉണ്ടാവണമെന്നില്ല. അത് ബോർഡ് എക്സാം ആയാലും അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം ആയാലും. യെസ്, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഫൈൻഡ് സച്ച് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് പാടാണ്. പക്ഷേ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കെമിസ്ട്രിയിലായാലും നമുക്ക് തെർമോഡൈനാമിക്സ് ഉണ്ട്, ഫിസിക്സിലായാലും നമുക്ക് തെർമോഡൈനാമിക്സ് ഉണ്ട്. സോ ഈ തെർമോഡൈനാമിക്സും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ കൺവേർഷൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അപ്പം നമ്മൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടെമ്പറേച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യണത്? ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അല്ലേ, നമുക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് തെർമോമീറ്റർ. തെർമോമീറ്റർ യൂസ് ചെയ്താണ് നമ്മൾ ജനറലി എന്ത് മെഷർ ചെയ്യാറ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാറ്. സോ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. യെസ്,
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബേസിക്കായ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, നമ്മുടെ ഈ ഒരു സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ ഞാൻ പറഞ്ഞു നമുക്ക് 5-6 പാർട്സായി നമുക്ക് ആ ഒരു ഹോൾ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യമാണ് ഡെൻസിറ്റി. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യമാണ് ഡെൻസിറ്റി. അപ്പോൾ എന്താണ് ഡെൻസിറ്റി? ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് വോള്യത്തിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാസ് പെർ യൂണിറ്റ് വോള്യം. വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോള്യൂം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാസ് ഡിവൈഡഡ് ബൈ വോള്യൂം. ഡെൻസിറ്റി എന്ന് പറയുന്നതിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്ന ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമ്മൾ പല സാധനങ്ങളുടെയും ഡെൻസിറ്റി നമ്മൾ പറയണത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ, ഡെൻസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്താണ്? വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത്? നമ്മുടെ വാട്ടറിൻ്റെ ഡെൻസിറ്റി. യെസ്. പിന്നെന്താണ്? പിന്നെ നമ്മൾ ഡെൻസിറ്റിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഒരു സാധനം, നമ്മളൊരു സാധനത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര ക്ലോസ് ആയിട്ടാണ് അതിലുള്ള പാർട്ടിക്കിൾസിനെ പാക്ക് ചെയ്തേക്കണത് അല്ലേ, എത്ര ക്ലോസ് ആയിട്ടാണ് അതിലുള്ള പാർട്ടിക്കിൾസിനെ പാക്ക് ചെയ്തേക്കണേ എന്നുള്ളതാണ് നമ്മൾ ഡെൻസിറ്റിയിൽ ഡീൽ ചെയ്യുന്നത്. ഒരു സാധനത്തിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ 2 സാധനങ്ങൾ കമ്പയർ ചെയ്യുകയാണ്, സേ ഫോർ എക്സാമ്പിൾ ഓയിലും വാട്ടറും. നമ്മൾ ഓയിലും വാട്ടറും നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഓയിലിൻ്റെ ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാളും കുറവാണ്. ഓയിലിൻ്റെ ഡെൻസിറ്റി, എണ്ണയുടെ ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാളും കുറവാണ്. സോ അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറവാണ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിലുള്ള പാർട്ടിക്കിൾസ് കമ്പാരിറ്റീവ്ലി ലൂസ്ലി പാക്ഡ് ആണ്. അതായത് വാട്ടറിൽ ചിലപ്പം പാർട്ടിക്കിൾസ് ഈ ഒരു ഡിസ്റ്റൻസിലാണ് പാക്ക് ചെയ്തേക്കണമെങ്കിൽ ഓയിൽ വരുമ്പോൾ എന്താണ്? കുറച്ചും കൂടെ ലൂസായിട്ടായിരിക്കും പാക്ക് ചെയ്തേക്കണത്. അപ്പോൾ സാധനത്തിൻ്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അതെന്താവും? കുറച്ച് ഹാർഡാവും. സാധനത്തിൻ്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് കുറച്ച് ഹാർഡാവും, കുറച്ച് ഹെവി ആവും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുവാണ്, ഇപ്പോൾ നമുക്കറിയാം സോളിഡ്സ് അല്ലേ, സോളിഡ്സ് എല്ലാം എന്താണ്? സോളിഡ്സിൽ തിങ്സ് എന്താ പറയുക, നമ്മുടെ പാർട്ടിക്കിൾസ് ഭയങ്കര ക്ലോസ് ആയി പാക്ഡ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവുന്നത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവുന്നത് സോളിഡ്സിനായിരിക്കും. സോളിഡ്സിലും പല സാധനങ്ങൾക്കും പല ഡെൻസിറ്റി വാല്യൂ ആയിരിക്കും ബേസ്ഡ് ഓൺ ആ ഒരു പാക്കിംഗ് അനുസരിച്ചിട്ടുള്ളത്. സോളിഡ്സിനായിരിക്കും കൂടുതൽ ഡെൻസിറ്റി. അതിനുശേഷം നമ്മുടെ ലിക്വിഡ്സ് വരും. ഏറ്റവും ലാസ്റ്റാണ് ആരുടെ ഡെൻസിറ്റി വരുന്നത്? ഗ്യാസിൻ്റെ ഡെൻസിറ്റി തന്നെ. മനസ്സിലായല്ലോ? കാരണം സോളിഡ്സിൽ എന്താണ്? ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾസ് ഉള്ളത്. ലിക്വിഡ്സിൽ കുറച്ചും കൂടെ ലൂസാണ്, ഗ്യാസിൽ ഭയങ്കര ലൂസാണ്. അപ്പോൾ ഡെൻസിറ്റിയുടെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ്. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ ഡെൻസിറ്റിയിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഡെൻസിറ്റി 2 സാധനങ്ങളുടെ ഡെൻസിറ്റി കമ്പയർ ചെയ്യുമ്പം ഒന്നിൻ്റെ ഡെൻസിറ്റി മറ്റേതിനേക്കാളും കുറവാണെങ്കിൽ ഏതിൻ്റെ ഡെൻസിറ്റി ആണോ കുറവ് അത് കൂടുതലുള്ള ആളിൽ ഫ്ലോട്ട് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബീക്കർ ഉണ്ട്. അപ്പോൾ ഒരു ബീക്കറിൽ ഞാൻ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു തുള്ളി ഓയിൽ ഒഴിച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു, എണ്ണ ഒഴിച്ചു. നമ്മൾ പറഞ്ഞു എണ്ണയുടെ ഡെൻസിറ്റി ആരുടെ ഡെൻസിറ്റിനേക്കാളും കുറവാണ്? വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാളും കുറവാണ്. സോ ഈ ഓയിൽ എന്ത് ചെയ്യും? ഈ ഓയിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഓയിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഒരു പക്ഷേ ഈ സെയിം വെള്ളത്തിൽ ഞാൻ വേറെ എന്തെങ്കിലും ഡെൻസിറ്റി കൂടിയ ഒരു സാധനം ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്താവും? അത് സിങ്ക് ആയി കിടക്കും. വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാളും ഡെൻസിറ്റി കൂടുതലുള്ള ഏതെങ്കിലും ഒരു സോളിഡ് സബ്സ്റ്റൻസ്, ഇപ്പോൾ ഒരു പെൻസിൽ ഞാൻ ഇട്ടു എന്ന് വിചാരിക്കുക. ആ പെൻസിൽ എന്താവും? ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും, സിങ്ക് ആയി കിടക്കും. അപ്പോൾ ഈ ഒരു ഡെൻസിറ്റിയുടെ ഈ ഒരു പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആർക്കിമെഡീസ് ആണ്. നമുക്ക് എന്താ പറയുക, ഫ്ലൂയിഡ്സ് എന്നൊരു ചാപ്റ്റർ നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കെമിസ്ട്രി ആണ് ഡീൽ ചെയ്യുന്നത്, പക്ഷെ എന്നാലും നമുക്ക് ഫിസിക്സിൽ ഫ്ലൂയിഡ്സ് എന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. വിസ്കോസിറ്റി അല്ലേ, ഒരു ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്ന ആ സംഭവം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ഈ ഡെൻസിറ്റി മാറുന്നതനുസരിച്ച് വരുന്ന വേരിയേഷൻസ്, അതേപോലെ ബോയൻറ്റ് ഫോഴ്സ്, അതേപോലെ ആർക്കിമെഡീസ് പ്രിൻസിപ്പിൾ ഓഫ് ലോ, ഇങ്ങനത്തെ ആർക്കിമെഡീസ് പ്രിൻസിപ്പിൾ ഓഫ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആർക്കിമെഡീസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും? ഫ്ലൂയിഡ്സ് എന്നുള്ള ആ ഒരു ഫിസിക്സിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഡെൻസിറ്റി കൂടിയ സാധനത്തിൽ ഫ്ലോട്ട് ചെയ്തിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താണ് നമ്മൾ ഷിപ്പ്
അല്ലേ? ഷിപ്പ് നമുക്കറിയാം അത് വെള്ളത്തിൽ ഫ്ലോട്ട് ആയിരിക്കണ ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് ഷിപ്പിനെ അവർ ഡിസൈൻ ചെയ്തേക്കണേ. അതേപോലെ സബ്മെറൈൻ അല്ലേ, നമുക്കറിയാം സബ്മെറൈൻ എന്താണ്, വെള്ളത്തിൽ അങ്ങനെ മുങ്ങിപ്പോണൊരു ഇതാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ ആ ഒരു ഓഷ്യൻ്റെ ഡെൻസിറ്റിനേക്കാളും സീയുടെ ഡെൻസിറ്റിനേക്കാളും എന്തിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്? സബ്മെറൈൻസിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് അതങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താണ് അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തത്. മെയിനായിട്ട് ഡെൻസിറ്റിയുടെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ പറയുമ്പം പൈപ്പ് ലൈൻസിൻ്റെ ഡിസൈനിങ്ങിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹീലിയം ബലൂൺ അല്ലേ, ഹീലിയം ബലൂൺസിൻ്റെ ഡിസൈനിങ്, അല്ലെങ്കിൽ ഷിപ്പിന് ഡിസൈൻ ചെയ്തേക്കണത്. പിന്നെ നമുക്ക് എന്ത് പറയാം, ഷിപ്പിന് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ എയറോപ്ലെയിനിലുള്ള ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡെൻസിറ്റി എന്നുള്ള ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. യെസ്, മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയണ ആ ഒരു എന്താ പറയുക, ആ ഒരു കോൺസെപ്റ്റിന് താഴെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ. യെസ്, പിന്നെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക്, അതായത് നമ്മുടെ +1 ഫസ്റ്റ് വോള്യൂം നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ആ ഒരു SI യൂണിറ്റ്, അതേപോലെ എന്താണ് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതേപോലെ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലും ഫസ്റ്റ് ഭാഗമായിട്ട് അവർ തന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും അതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, എന്താണ് സയൻറ്റിഫിക് നൊട്ടേഷനിൽ ഒരു വാല്യൂ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ സയൻറ്റിഫിക്കലി നൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഫിസിക്സിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുമ്പം നിങ്ങൾക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയാലും അല്ലെങ്കിൽ ഈ റൗണ്ടിങ് ഓഫ് ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫിസിക്സിലാണ് ചോദിക്കാറ്, കെമിസ്ട്രിയിൽ ചോദിക്കാറില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ചോദിച്ചാലും നമ്മൾ ഫിസിക്സിൽ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് അവിടെ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത അതേ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. സോ നിങ്ങൾക്ക് ആ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, റൗണ്ടിങ് ഓഫ് ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും യൂണിറ്റ്സും അതിലൊന്നും ഡൗട്ട്സ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മളതൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ അപ്കമിങ് സെഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുമ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ഒരു പാർട്ടിൽ പ്യോർ സബ്സ്റ്റൻസസ്, മിക്സ്ചേഴ്സ്, പിന്നെ എന്താണ് സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് ഹെട്രജിനസ് മിക്സ്ചർ, അല്ലെങ്കിൽ എന്താണ് ഹോമോജിനസ് മിക്സ്ചർ, അല്ലെ ഹെട്രജിനസ് മിക്സ്ചർ എന്താ, ഹോമോജിനസ് എന്താ സസ്പെൻഷൻ, അല്ലെങ്കിൽ എന്താണ് കൊളോയിഡ്സ്, ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ എന്താണ് ആറ്റം, അല്ലെങ്കിൽ എന്താണ് എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എക്സാമിനേഷനിൽ എന്താ പറയുക, ചിലപ്പോൾ ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കണം. ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്കായ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം നമ്മുടെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്കൂൾ ക്ലാസ്സസിൽ പഠിച്ചു പോയ കാര്യങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്തു എന്ന് നമുക്ക് പറയാം, അല്ലേ? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. യെസ്, എപ്പോഴും പറയാറുള്ള പോലെ അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ യെസ് വിൽ ഡിസ്കസ് ദർ, അതർവൈസ് വിൽ ഡിസ്കസ് ഇൻ എനി ഓഫ് അവർ അപ്കമിങ് സെഷൻസ്, അല്ലേ? യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും അതേപോലെ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലി ഒരു യൂട്യൂബ് ചാനലിൽ നമുക്കറിയാം കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ആരും അധികം കവർ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു ചാനലിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ക്വാളിറ്റിയിലാണോ, എന്ത് സ്റ്റാൻഡേർഡിലാണോ, എന്ത് ഡെപ്തിലാണോ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യണേ, അത്രയും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ശ്രമിക്കണം. യെസ്, കുറേയൊക്കെ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യെസ് പ്ലീസ് ഡു ലെറ്റ് മീ നോ. കോമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾ പറഞ്ഞു
പറഞ്ഞാൽ മതി. നമുക്ക് ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ അണ്ടർ കൺസിഡറേഷനിൽ വെച്ചിട്ടില്ലേ നമുക്ക് ഫ്യൂച്ചറിൽ സമയം പോലെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് വേണം. കുറേ ഐഡിയാസ് എൻ്റെ മനസ്സിലും ഉണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരാം. യെസ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുക. ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണവരാണ് നിങ്ങളെങ്കിൽ റെഗുലറായിട്ട് വീഡിയോസ് ഫോളോ ചെയ്താൽ യെസ് ഞാൻ നിങ്ങൾക്ക് അഷുറൻസ് തരും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിനേഷൻ ഈസി ആയി ക്രാക്ക് ചെയ്യാൻ പറ്റും. യെസ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.